വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കീ ചെയിൻ ഒന്ന് ചെയ്തെടുത്താലോ ഭയങ്കര രസമാണ് കേട്ടോ. നല്ല സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. കുറച്ച് ബീഡ്സ് ഞാൻ പിന്നെ ഈ ബോ അതിൽ വെച്ചിരിക്കുന്ന ആ ഹെയർ ബോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ ഓൾറെഡി. വളരെ സിമ്പിളാണ്. ഗ്രോസ്ഗർ റിബണിൽ ചെയ്തെടുത്തതേ ഉള്ളൂ. സെൻറ്ററിൽ ബീഡ്സ് കവർ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ഞാൻ എടുത്തിട്ട് കുറച്ച് ബീഡ്സ് കണ്ടില്ലേ, ഇതാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അല്ലാതെ നമുക്ക് കുറച്ച് ഗ്ലാസ് ബീഡ്സ് വേണം, നോർമൽ ബീഡ്സ്, കുറച്ച് പ്ലാസ്റ്റിക് ബീഡ്സ്. ഇത് നിങ്ങൾക്ക് എങ്ങനെയുള്ള ബീഡ്സ് വേണോ, എന്ത് കളർഫുൾ ഐറ്റം വേണോ നിങ്ങൾക്ക് ചെയ്തോളാം. പിന്നെ ഞാനിത് കോർത്തെടുത്തിരിക്കുന്നത് നമ്മളുടെ സാദാ റിബണിലാണ്. അതായത് നമ്മുടെ റിബണില്ലേ, സാറ്റിൻ റിബൺ, ഇതുപോലെ തിക്നെസ് കുറഞ്ഞതിലാണ്. തിക്നെസ് കുറഞ്ഞതാകുമ്പോൾ നമുക്ക് കോർത്തെടുക്കണമെങ്കിൽ അതിൻ്റെ നീഡിലില്ല എങ്കിൽ, നീഡിലുണ്ടെങ്കിൽ നമുക്ക് വലിയ ബീഡ്സ് ആണെങ്കിൽ കോർത്തെടുക്കാൻ പറ്റുള്ളൂ. അല്ല ഈ ചെറിയ ബീഡ്സ് കോർക്കണമെങ്കിൽ നമ്മളിത് ഇതുപോലെ എഡ്ജ് ഇങ്ങനെ ഒന്ന് ഷാർപ്പായിട്ട് കോർത്തിട്ട് ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ ലൈറ്ററിലെ അല്ലെങ്കിൽ മെഴുതിരിയിൽ ഇങ്ങനെ ഉരുക്കി കുറച്ച് മൂർച്ചയോടെ വെച്ചിട്ട് നമ്മളൊന്ന് കോർത്താൽ മതി. ഈ കോർക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും, കാരണം ചിലപ്പോൾ ഇത് മടങ്ങിയൊക്കെ വരും, അങ്ങനെയുള്ളൂ. കുറച്ച് ബീഡ്സ്, ഈ ബീഡ്സ് ഞാൻ ആദ്യം ഒരു പ്ലാസ്റ്റിക് ബീഡും എടുത്തു. അതിനുശേഷം ഇതുപോലെ കുറച്ച് സാധാ ബീഡ്സ് ഇട്ടു. അതിനുശേഷം ഇതിൻ്റെ ഇടയിൽ ഗ്ലാസ് ബീഡ്സ് കൊടുത്തു. ഇങ്ങനെ പല രീതിയിൽ അറേഞ്ച് ചെയ്താണ് ഞാൻ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ബീഡ്സിൻ്റെ അറേഞ്ച്മെൻ്റ് എല്ലാം എങ്ങനെ വേണം, ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തിട്ടോ അല്ലാതെ മാച്ചിങ്ങിനുള്ള ഈ അക്രാലിക് ഫ്ലവേഴ്സോ എന്ത് വേണോ കൊടുത്തിട്ട് നിങ്ങൾക്ക് അതിനെ എന്ത് ചെയ്യാം, പ്ലാസ്റ്റിക് ബീഡ്സ് കൊടുത്തിട്ടോ ഇത് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഞാൻ ആദ്യം ഒരു പ്ലാസ്റ്റിക് ബീഡ് ഇട്ടു, പിന്നെ കുറച്ച് നോർമൽ ബീഡ്സ് കൊടുത്തു. അതിനുശേഷം അതിനുശേഷം ഓരോ ഗ്ലാസ് ബീഡ്സിൻ്റെ ഇടയിൽ ഓരോ വൈറ്റ് ബീഡ്സ് കൊടുത്തെടുക്കുകയാണ്. അപ്പോൾ ഇത് മാറ്റി മാറ്റി എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു തീം എന്താ പറയുക, കുറച്ച് ബീഡ്സ് ഹാങ്ങിങ് കൊടുക്കുന്നു, അതാണ്. അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിൽ വേണം നമുക്ക് ചെയ്തെടുക്കാം. ഇതേ ബീഡ്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. സാധാ നമ്മുടെ കയ്യിലുള്ള കളർഫുൾ ആയിട്ടുള്ള ബീഡ്സ് മതി. അതിന് മാച്ചിങ് ആയിട്ടുള്ള കളറിൽ ഒരു ബോ എടുത്താലും മേലെ നമ്മൾ ഫിക്സ് ചെയ്ത് കൊടുത്താലും മതി. ഇതുപോലെ കോർത്തെടുക്കുക. ഈ കോർത്തെടുക്കുമ്പോൾ നമുക്ക് എത്ര ലെങ്ത് വേണം, അതാണ് നമ്മുടെ ചെയ്യുന്ന ലെങ്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എത്ര ലെങ്ത് വേണം എന്നുള്ളൊരു ഊഹം വയ്ക്കുക. അതിനുശേഷം അത്രയും കോർത്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഈ കോർക്കുമ്പോൾ ഈ ജസ്റ്റ് ആ എഡ്ജില്ലേ, ആ എഡ്ജ് ഒന്ന് ചിലപ്പോൾ മടങ്ങിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്, കയറാതെ വരിക. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഒന്ന് ഉരുക്കി കൊടുത്താൽ മതി കേട്ടോ, ആ സൈഡ് ഷാർപ്പായി കൊടുത്താൽ മതി. അല്ലാതെ വളരെ സിമ്പിളായിട്ട്, കാരണം ഇതൊക്കെ നമുക്ക് കീ ചെയിൻ്റെ ഇത് മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ പഴയ കീ ചെയിൻ്റെ ഇതൊക്കെയല്ലേ ബാഗിലൊക്കെ ഇടുന്ന ടാഗ്സ്. അപ്പോൾ അതിലൊന്നൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചെയ്ത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കണ്ടല്ലോ, ഈ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യുക. അപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ലെങ്ത് മതിയായി. അപ്പോൾ ഞാൻ എഡ്ജ് പോർഷൻ ഇങ്ങനെയാണ് ഒന്ന് ഇത് ചെയ്യുന്നത്. ഒരു 2 പ്രാവശ്യം ഒന്ന് ടൈ ചെയ്യുക. അതിനുശേഷം നമ്മൾ നമ്മുടെ ലൈറ്റർ കൊണ്ട് ഉരുക്കി അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക, കട്ട് ചെയ്തതിന് ശേഷം. കണ്ടില്ലേ, ലൈറ്റർ കൊണ്ട് ഉരുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒത്തിരി ഉരുക്കി പോകാതെ നോക്കണം കേട്ടോ. ഉണ്ടല്ലോ, ഇനി നല്ല ഡാർക്ക് കളേഴ്സും ചേരും കേട്ടോ. ഞാൻ ഈ ബ്ലൂ ആയതുകൊണ്ട്, ഭയങ്കര ബ്ലൂ ആകുമ്പോൾ അത് ഒത്തിരി ഇതായിരിക്കും, അതുകൊണ്ടാണ് ഹാങ്ങിങ്ങിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് കൊടുത്തത്. കണ്ടോ, ഇതുപോലെ താഴെ ഒരു 3 എണ്ണം, 2 എണ്ണത്തിലൊരു ഫ്ലവർ കൊടുത്തു, സെൻറ്ററിൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ളത് കൊടുത്തു. ഇതിൻ്റെ ഇതുപോലെ ബാക്കിൽ വെച്ച് നമ്മൾ അറ്റാച്ച് ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് എത്ര ഒരു ലെങ്ത് വേണമെന്നുള്ളത് നോക്കി ഒത്തിരി ചേർത്ത് ടൈറ്റ് ചെയ്യാതെ ടൈ ചെയ്തെടുക്കുക. കുറച്ചൊരു ഗ്യാപ്പ് കൊടുക്കണം, കാരണം നമുക്ക് പേസ്റ്റ് ചെയ്യുമ്പോൾ പുറകിലിങ്ങനെ അതിങ്ങനെ വിടർന്ന് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് 3 തന്നെ നിൽക്കണം. അതിന് വേണ്ടി അങ്ങനെ വെച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ആ ഹെയർ ബോയുടെ നമ്മൾ ഹെയർ ബോസ് ചെയ്യില്ലേ, അതുപോലെ ബോയുടെ പുറകിലേക്ക് ഗ്ലൂ അപ്ലൈ ചെയ്യുക. അതിനിങ്ങനെ നിവർത്തി നമ്മളിങ്ങനെ വിടർത്തി വെച്ച് കൊടുക്കണം, ഓരോന്നോരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട്. കണ്ടോ, ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വേറൊരു ഫെൽറ്റ് ഷീറ്റ് എടുത്ത് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് പേസ്റ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോഴേക്കും അത് പക്ക അവിടെ നല്ല നീറ്റായിട്ട് പേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് നിങ്ങൾക്ക് എന്താ പറയുക, അടുത്ത് ടൈ ചെയ്യേണ്ടത് ഇത് ഒറ്റ സ്റ്റെപ്പിലും ചെയ്യാം. ഞാനിത് സെപ്പറേറ്റാണ് ചെയ്തത്, കാരണം ഇത് ഞാൻ അതിന് ശേഷമാണ് ചിന്തിച്ചത് ഒരുമിച്ച് ചെയ്താൽ മതിയായിരുന്നു എന്ന്. കാരണം നമ്മുടെ കീ ചെയിനിൽ കൂടെ, അതായത് ബാഗിൻ്റെ അറ്റാച്ചിലും കൂടെ ചെയ്തതിന് ശേഷം ഒരുമിച്ച് വെച്ചിട്ട് പുറകിലേക്ക് അറ്റാച്ച് ചെയ്ത് ഫിക്സ് ചെയ്താൽ മതിയായിരുന്നു ബാക്കിൽ. അങ്ങനെ ചെയ്യാത്തത് കൊണ്ട് ഞാൻ വീണ്ടും അവിടെ ഒരു ഫെൽറ്റ് ഷീറ്റ് പുറകിൽ കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ഇതുപോലെ എടുത്തതിന് ശേഷം ഒരുമിച്ച് ഫെൽറ്റ് ഷീറ്റ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ അവിടെ. ഞാനത് ശ്രദ്ധിക്കാതെയാണ് ആദ്യം പേസ്റ്റ് ചെയ്തത്. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒരുമിച്ച് ചെയ്താലും മതി. അല്ലെങ്കിൽ
സെപ്പറേറ്റ് ചെയ്താലും മതി, ഇതുപോലെ ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അതിനുശേഷം ഇനി ബാലൻസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് മാറ്റാം. കണ്ടോ, ഇതിനി ഇളകി വരത്തൊന്നുമില്ല കേട്ടോ, നല്ല ടൈറ്റായി തന്നെ അവിടെ ഇരിക്കും. അത് ഇളകി വരെ ഒന്നും ചെയ്യില്ല. ആ ബാലൻസ് കട്ട് ചെയ്ത് ഉരുക്കി അവിടെ അങ്ങ് ഫിനിഷ് ചെയ്ത് കൊടുക്കാം നമുക്ക്. അതിൻ്റെ ഇതൊന്നും പൊട്ടയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. നമ്മളിത് ബാഗിലൊക്കെ തൂക്കിയിടുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ, നല്ല ഭംഗിയാണ് പ്രത്യേകിച്ച്. ഉണ്ടല്ലോ, ഇതുപോലെയാണ് ചെയ്യുന്നത്. ചെയ്തു വരുമ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു ഭംഗിയായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് പല കളറിൽ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.